ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ എങ്ങനെ എല്ലായിടത്തും നല്ല മഴയൊക്കെ ആയിട്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ആപത്തുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ PSC വേഴ്സസ് SCRT എന്ന് പറയുന്ന ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾറെഡി നമ്മൾ 2 ക്ലാസ്സുകളാണ് ഇതിൽ നിന്ന് ചെയ്തിരുന്നത്. അതായത് നമ്മുടെ SCRT സിലബസുമായിട്ട് ബന്ധപ്പെടുത്തി PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന SCRT ചാപ്റ്ററുകളിൽ നിന്ന് മാത്രമാണ്. PSCയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം GK പോർഷൻ കംപ്ലീറ്റ് SCRT തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സോഴ്സ് ഉൾപ്പെടെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇന്നും പഴയ പോലെ തന്നെ 10 ക്വസ്റ്റ്യൻ ആണ് ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരെ കയറി കണ്ടു നോക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടി എക്സ്ട്രാ ഫാക്ട്സും കൂടി നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭ്യമാകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് പോകാം. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. കുങ്കുമപ്പൂ കൃഷിയാണ് ചോദിക്കുന്നത്. അതേതാണ്? അത് കരേവ മണ്ണാണ്. കരേവ മണ്ണ് കാശ്മീർ ഹിമാലയ ഭാഗമാണ്. അപ്പോൾ നമ്മുടെ 9th ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് കണ്ടോ, ഹിമാലയ പർവ്വത പ്രദേശം പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും തരിവലിപ്പത്തിലും ഒക്കെ വ്യത്യാസമുണ്ടാകും. താഴ്വാരങ്ങൾ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണുന്നത്. ഉയർന്ന ചെരുവുകൾ വലിയ തരികളോടുള്ളതും കൂടിയ ജൈവാംശം. ഇതൊന്ന് പഠിച്ചു വെക്കണം, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കയറി ചോദിക്കാം. താഴ്വാരങ്ങളിൽ എന്താണ് പറയുന്നത്? തരികൾ, നേർത്ത തരികളാണ്, ജൈവാംശം കൂടുതലായിരിക്കും. കാര്യം സ്വാഭാവികമായിട്ട് നമുക്കറിയാം അല്ലെ, താഴ്വാര പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒഴുകിക്കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യണ താഴ്വാരത്തായിരിക്കും. അപ്പൊ അവിടെ എന്താണ്? ജൈവാംശം കൂടുതലാണ്. ഉയർന്ന ചരിവുള്ള സ്ഥലങ്ങളിൽ എന്താണ്? വലിയ തരികളായിരിക്കും. അവിടെ എന്ത് കുറവായിരിക്കും? ജൈവാംശം കുറവായിരിക്കും. താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. കണ്ടോ, നേർത്ത മണലും ജൈവാംശം നിറഞ്ഞതുമായ ഈ മണ്ണ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ കരേവ എന്ന മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് PSC കയറി ചോദിക്കാറുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ SCRT ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ട് 9ാം ക്ലാസ്സിലെ 5 ചാപ്റ്റേഴ്സ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി കംപ്ലീറ്റ് പഠിക്കാനായിട്ട് നമുക്ക് 5 ചാപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ്? ഉത്തരപർവ്വത മേഖലയുണ്ട്, അതേപോലെ ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, അതേപോലെ മരുഭൂമി. അങ്ങനെ 5 സെക്ഷനായിട്ട് 5 ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയ ഒരു മോക്ക് ടെസ്റ്റ്. അത് രണ്ടും കൂടി ആകുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് പറഞ്ഞത്? കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ പേരാണെന്ത്? കരേവ എന്ന് പറയുന്നത്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്. എന്താണ്? വളഞ്ഞു പൊളഞ്ഞാണ്. അതേ നോക്കാം നമുക്ക്. ഇത് നമ്മുടെ ആ ചാപ്റ്ററിൽ പറയുന്നതാണ്. മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിന്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞ് ഒഴുകി വലയങ്ങൾ സൃഷ്ടിക്കുന്നു. ഒഴുകി വലയങ്ങൾ, അതിനെയാണ് എന്ത് പറയുന്നത്? മിയാൻഡറുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മിയാൻഡറുകൾ? ഓക്കെ, ഇനി എന്താണ്? തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് എന്താണ്? ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം ഒഴുകിയ നദികൾ എന്താണ്? നദിയുടെ ഭാഗം പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ നമ്മൾ പറഞ്ഞു. നദിയുടെ ആ ഒരു, നമ്മൾ വേൾഡ് ജോഗ്രഫി എടുത്തപ്പോൾ പറഞ്ഞു, നദി ഒഴുകുന്നതിന് 3 ഘട്ടങ്ങളുണ്ട്. അതിലെന്താണ്? പ്രാരംഭഘട്ടം അഥവാ യുവത്വഘട്ടമുണ്ട്, പിന്നെ മധ്യഘട്ടമുണ്ട്, കീഴ്ഘട്ടം അഥവാ വാർദ്ധക്യഘട്ടമുണ്ട്. എന്നൊക്കെ ഞാൻ ആ വേൾഡ് ജോഗ്രഫിയുടെ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ഒഴുകി വരുമ്പോഴേക്കും ഈ പറയുന്ന മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ വെച്ചിട്ട് എന്താണ് പറയുന്നത്? നദികൾ ഇങ്ങനെ വരുവാണ്, ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന് എക്കലൊക്കെ അടിഞ്ഞ് ഇത് ചിലപ്പോൾ ഇതിങ്ങനെ മാറി അങ്ങ് ഒഴുകാൻ തുടങ്ങും. ഇവിടെ ഇതിങ്ങനെ ഇതായിട്ട് ഇതിങ്ങനെ നേരെ ഒഴുകും.
ഉണ്ടോ? അപ്പൊ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഓക്സ്ബോ തടാകങ്ങൾ? അപ്പൊ മിയാൻഡറുകൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നദി അതിന്റെ അതായത് നദികൾ വളഞ്ഞു പൊളഞ്ഞു ഒഴുകി വലയങ്ങൾ സൃഷ്ടിക്കുന്നതിനെയാണ് മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. അതെന്താണ്, അതിനെ വേർപെട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴുകി ഒഴുകി വന്ന് ഇവിടെയൊക്കെ വന്ന് എക്കലൊക്കെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് ഇതങ്ങ് സെറ്റ് ആകും. അപ്പൊ ഇതിങ്ങനെ ഇത്രയും ഭാഗം അങ്ങ് മാറി അങ്ങിരിക്കും. ബാക്കി ഈ നദി, അപ്പൊ ഈ ഒഴുക്ക് ഇത്രയും ഒഴുക്കിന് പകരം ഇതങ്ങ് നേരെ ഒഴുകാൻ തുടങ്ങും. അപ്പൊ ഇവിടെ ഒരു നദി ഉണ്ട്, ഇവിടെ ഭൂമി ഉണ്ടാകും, ഇവിടെ മാറി വേറൊരു നദി ഉണ്ടാകും. ഇതിനെയാണ് പറയുന്നത് ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടുത്തെ പിക്ചർ തന്നെ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ചിലപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഒഴുകും. അപ്പൊ ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ ലോക്കായിട്ട് ഇതങ്ങ് മാറി നിൽക്കും. ഇങ്ങനെ ഒരു ഉണ്ടോ, ഇങ്ങനെ മാറി നിൽക്കും. ഇതിനെയാണ് നമ്മൾ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്, ഇതൊക്കെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അസം ഹിമാലയം, ഇതും ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറയുന്നതാണ്. കിഴക്കൻ ഹിമാലയം, ഹിമാലയത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം എവിടെ മുതൽ എവിടം വരെയാണ്? ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെയാണ് എന്ത് കാണപ്പെടുന്നത്? കിഴക്കൻ ഹിമാലയം കാണപ്പെടുന്നത്. ഇതിനെ അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അസം ഹിമാലയം. അപ്പൊ എന്താണ്? ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് കിഴക്കൻ ഹിമാലയം അഥവാ അസം ഹിമാലയം. ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംച പർവ്വ. നംച പർവ്വ കണ്ട, അതാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? നംച പർവ്വ. 7756 മീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പൊ കിഴക്കൻ ഹിമാലയത്തിന്റെ മറ്റൊരു പേരാണ് അസം ഹിമാലയം. അത് ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ വ്യാപിച്ചു കിടക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എന്താ? നംച പർവ്വ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയൊക്കെയാണ് പ്രധാന നദികൾ. ഈ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികളാണ്. ബ്രഹ്മപുത്രയുണ്ട്, കാമെങ് ഉണ്ട്, ലോഹിത് ഉണ്ട്, സുബൻസിരിയൊക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രാൻസിലുണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കില്, SCERT ടെക്സ്റ്റ് ബുക്കില്, അതായത് 10ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പണ്ട് കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എല്ലാ വിപ്ലവങ്ങളും പഠിക്കാനുണ്ട്. പക്ഷേ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഫ്രഞ്ച് വിപ്ലവം മാത്രമായിട്ടൊരു ചാപ്റ്റർ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസം ക്ലാസ് ചെയ്യാം. അപ്പൊ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? അപ്പൊ ഫ്രാൻസിലെ നമുക്കറിയാം ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ് വരുന്നത്? പുരോഹിതന്മാരാണ് വരുന്നത്. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ആര് വരും? പ്രഭുക്കന്മാർ വരും. മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ഈ പറയുന്ന കച്ചവടക്കാരെ, എഴുത്തുകാരെ, ബാക്കി എല്ലാവരും വരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. അപ്പൊ പഠിക്കേണ്ടത് ഒന്നാമത്തേതിൽ പുരോഹിതരും രണ്ടാമത്തേൽ പ്രഭുക്കന്മാരും എന്നൊരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക. ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങളാണ്. പ്രഭുക്കന്മാർ എവിടെയാണ്? പ്രഭുക്കന്മാരില്ല. അപ്പൊ നമുക്ക് അതങ്ങ് മാറ്റി നിർത്താം. പ്രഭുക്കന്മാർ രണ്ടാമത്തെ എസ്റ്റേറ്റ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇനി എന്താണ്? ബാങ്കർമാരെ, എഴുത്തുകാരെ, അഭിഭാഷകർ, ഇവരെല്ലാവരും എവിടെയാണ്? മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. സോ ആൻസർ വരേണ്ടത് 1, 3, 4 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെ പഠിക്കേണ്ട മറ്റൊരു കുറച്ച് ടോപ്പിക്കുകളാണ് തന്നിരിക്കുന്നത്. ഫ്രഞ്ച് സമൂഹത്തെ നമ്മൾ മൂന്നാക്കി തിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നവരെയാണ്. കർഷകരിൽ നിന്നും തിഥേ എന്ന പേരുള്ള നികുതി പിരിച്ചിരുന്നവരെ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റ് ഫ്രഞ്ച് സമൂഹത്തെ, ഒന്നാമത്തെ എസ്റ്റേറ്റ് ആണ് പുരോഹിതർ. കർഷകരിൽ നിന്ന് തിഥേ എന്ന നികുതി പിരിച്ചിരുന്നവരാരാണ്? പുരോഹിതന്മാരാണ്. അല്ലെങ്കിൽ ചോദിക്കാം, പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ചെടുത്ത നികുതിയുടെ പേരെന്ത്? എന്താണ്? തിഥേ. കാര്യം നമുക്ക് അടുത്ത് വരുന്നുണ്ട്, തൈല എന്ന് പറയുന്ന നികുതി വരുന്നുണ്ട്. അതുകൊണ്ട് തെറ്റിപ്പോകരുത്. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. ഈ പുരോഹിതൻ എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭരണത്തിലേക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഭരണത്തിലെയും എന്താണ് സൈന്യത്തിലേക്ക് ഉയർന്ന പദവികൾ ആരായിരുന്നു നിയന്ത്രിക്കുന്നത്? അത് നമ്മുടെ ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാരായിരുന്നു. അപ്പൊ ചോദിക്കാൻ ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഒന്നാമത്തെ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയവർ ഏതൊക്കെയെന്ന് പറഞ്ഞു ചോദിക്കാം. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ വരുന്നതാണ് സൈനിക സേവനം. പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നതാണ് എന്ത്? കച്ചവടക്കാരെ, എഴുത്തുകാരെ, അങ്ങനെ എല്ലാ മധ്യവർഗക്കാരും എവിടെയാണ്? കർഷകരെ, കൈത്തൊഴിലുകാരെ എല്ലാം മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. അവർക്ക് ഭരണത്തിൽ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. തൈല എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. അപ്പൊ തൈല എന്ന് പറഞ്ഞ നികുതി ആരാണ് നൽകേണ്ടത്? മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ. ആർക്ക് നൽകേണ്ടതാണ്? സർക്കാരിന് നൽകേണ്ടതാണ്. താഴ്ന്ന സാമൂഹിക പദവി പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും അവർ നികുതി നൽകേണ്ടതായിട്ട് വരും. ഓക്കെ,
ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് കോർട്ട് കണ്ടോ. അപ്പൊ നമ്മൾ ഈ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് പഠിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ട് നമുക്ക് ആ ചാപ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞു തരാം. അത് കണ്ടോ, ഫ്രാൻസിലെ ബുർബൻ രാജാക്കന്മാർ, ഈ ഒരു പേര് ഓർത്തു വെക്കണേ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവമായി ഗുരുതരമാക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കി. ഓക്കെ, ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്താനായി 1789 ചക്രവർത്തി ആരാണ്? ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിലും ഓരോ വോട്ട് മതിയെന്ന, ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. അതായത് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ഫ്രഞ്ച് സമൂഹത്തെ മൊത്തമായിട്ട് നമ്മൾ 3 ആക്കി തിരിച്ചു. അതേപോലെയായിരുന്നു ഈ സ്റ്റേറ്റ് ജനറൽ വരുമ്പോഴും എന്താണ്, ഈ പറയുന്ന മൊത്തത്തിൽ 3 ആയിട്ട് തിരിക്കും. അപ്പൊ ഈ ആദ്യത്തെ ആൾക്കാർ എന്താണ്, ഇവിടെ പുരോഹിതന്മാരുണ്ട്, പിന്നെയുള്ളത് പ്രഭുക്കന്മാരുണ്ട്, മൂന്നാമത്താണ് നമ്മുടെ കോമൺസ് അല്ലെ, സാധാരണ ജനങ്ങൾ വരുന്നുണ്ട്. ഇവരെപ്പോഴും എടുക്കുന്ന തീരുമാനം ഇവർക്ക് അനുകൂലമായിട്ടുള്ളതായിരിക്കും. അപ്പൊ 3 വോട്ടാണുള്ളത്, ഒന്നിവർക്ക് ഉറപ്പായിട്ടും 2 വോട്ടും എന്തായിരിക്കും, അതായത് ഇപ്പൊ ജനങ്ങൾ രാജാവിന് അനുകൂലമായിട്ടൊരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ നികുതി കൂട്ടണം, അത് ആരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്? സാധാരണ ജനങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ പുരോഹിതന്മാര് ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റുകാർ അതിനെ സപ്പോർട്ട് ചെയ്യും. 3-ൽ 2 പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് അതെന്താകും, അതങ്ങ് നിയമമായിട്ട് വരും. അപ്പൊ അവര് പറഞ്ഞ എന്താണ്, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും, എന്താണ്, ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിക്കും. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിന്റെ ആവശ്യം. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ 3 ആക്കി തിരിച്ചിട്ട് ഇവർക്കൊരു വോട്ട് അങ്ങനെ വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ എത്ര പേര് ഇതിൽ അംഗമാകുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ഓരോ വോട്ട് വീതം വേണമെന്നായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ വാദിക്കുന്നത്. ഓക്കെ, കാര്യം അങ്ങനെ വാദിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിരിക്കും എന്ത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇവർ 25 ഇവർ 50 പേരുണ്ടെങ്കിലും അപ്പോഴും എന്താ ടൈ ആയിട്ടെങ്കിലും വരും അല്ലെ. അപ്പോഴും എന്താണ്, അവർക്കാണ് കൂടുതലൊരു പ്രാമുഖ്യം കിട്ടും, കൂടുതൽ പേര് ഇവരായിരിക്കും അല്ലെ എപ്പോഴും. അപ്പൊ അതേപോലെ തന്നെ ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്നായിരുന്നു ആവശ്യം. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കും. അവർ അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ പോയി സമ്മേളിക്കുന്നുണ്ട്. ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്യും. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്? അവർക്ക് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുമ്പോൾ അവർക്ക് ഓരോ സ്റ്റേറ്റിനും ഓരോ വോട്ടെന്ന് ഇത് പറ്റില്ല, ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് പറയും. അത് സ്വാഭാവികമായിട്ടും പുരോഹിതന്മാരും ആരാണ്, പ്രഭുക്കന്മാരും സമ്മതിക്കാതെ വരും. രാജാവിന്റെ തീരുമാനങ്ങൾ അവരെപ്പോഴും എന്താണ്, അവർക്ക് ഫേവർ ആയിട്ടല്ലേ നിൽക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ സമ്മതിക്കാതെ വരികയും സ്വാഭാവികമായിട്ട് അവർ പറയും, മൂന്നാമത്തെ ആൾക്കാർ പറയും, ഞങ്ങളാണ് ദേശീയ അസംബ്ലി, ഞങ്ങൾ ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കും വരെ പിരിഞ്ഞു പോകില്ല എന്ന് തൊട്ടടുത്ത ടെന്നീസ് കോർട്ടിൽ പോയി അവർ പ്രതിജ്ഞ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ടെന്നീസ് കോർട്ട് ഓത്ത് അഥവാ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതൊക്കെയാണ് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത്? നമ്മളത് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ട്രാൻസ് ഹിമാലയം, അതേപോലെ തന്നെ ലാസ്റ്റ് കിഴക്കൻ, അതിൽ ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ എന്നൊക്കെ പറഞ്ഞ്. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്കൻ ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് എന്ത് കാണപ്പെടുന്നത്? പൂർവാചൽ കുന്നുകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. എന്തൊക്കെയാണ്? പട്കായ്ബം, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അപ്പൊ ഏതൊക്കെയാണ്? പട്കായ്ബമുണ്ട്, അതേപോലെ എന്താണ്, ജയന്തിയ കുന്നുകൾ, ഗാസി, ഗാരോ, ജയന്തിയ കുന്നുകളുണ്ട്, മീസോ കുന്നുകളൊക്കെ ഉണ്ട്. ഈ പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഒക്കെ എവിടെയാണ്? നമുക്കറിയാം, ഇങ്ങനെയാണ്. ഇവിടെയാണ് പശ്ചിമഘട്ടം, ഇതാണ് നമ്മുടെ പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. അതില് നമ്മുടെ ഹിമാലയം, ഇപ്പൊ ഇന്ത്യ ഇങ്ങനെയാണെങ്കിൽ അല്ലെ, ഇന്ത്യ ആണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഹിമാലയം, ഇവിടെയാണ് നമ്മുടെ കിഴക്കൻ മലനിരകൾ വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? കിഴക്കൻ മലനിരകൾ ഉൾപ്പെടുന്നത് ചോദിക്കുമ്പോൾ 1ഉം 2ഉം മാത്രമാണ് ഉൾപ്പെടുന്നത്.
അലൂമിനിയത്തിന്റെ അയിരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്താ? അലൂമിനിയത്തിന്റെ അയിര് നമ്മുടെ കെമിസ്ട്രിയിലെ 3ാമത്തെ ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ ലോഹനാശനം അങ്ങനെ എന്തോ ഒരു സംതിങ് ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലാണ് 4ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. ആ ചാപ്റ്ററിലാണ് ഈ അയിരുകളുടെ ലോഹ നിർമ്മാണം, അയിരുകളുടെ സാന്ദ്രണത്തെ പറ്റിയൊക്കെ പറയുന്നത്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 4 തരം സാന്ദ്രണ രീതി പറയുന്നുണ്ട്. അതിലാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. അപ്പൊ അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അത് സാന്ദ്രണം ചെയ്യുന്ന രീതിയാണ് എന്താ? ലീച്ചിങ്. അതായത് എന്താണ് അല്ലെ, ഏതെങ്കിലും ഒരു ലായനിലേക്ക് എന്ത് ചെയ്യും, ഇതങ്ങ് ചേർക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അത് ലയിക്കുകയും ലയിക്കാത്ത അപദ്രവ്യങ്ങളെയൊക്കെ അതെടുത്ത് മാറ്റും. എന്നിട്ട് ഈ ലയിച്ച് കിട്ടിയിരിക്കുന്നത്, അതായത് നമുക്ക് വേണ്ട അലൂമിനിയത്തിന്റെ കണ്ടന്റ് ഉള്ള ആ ലായനി എടുത്തിട്ട് രാസപ്രക്രിയയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അയിര് വേർതിരിച്ചെടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ബോക്സ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെയാണ്. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി പേരുകൾ തന്നിട്ടുണ്ട്. അതായത് 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ കുറച്ചും കൂടി പേരുകളുണ്ട് പഴയ ടെക്സ്റ്റ് ബുക്കിൽ. ഇതിൽ കുറച്ചേ തന്നിട്ടുള്ളൂ. പക്ഷെ തന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. മുളക് ഉജ്ജ്വല ജ്വാലാമുഖി, പയറാണെങ്കിൽ ജ്യോതിക ഭാഗ്യലക്ഷ്മി, നെല്ലാണെങ്കിൽ പവിത്ര അന്നപൂർണ, തെങ്ങാണെങ്കിൽ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര, വെണ്ടയാണെങ്കിൽ സൽകീർത്തിയും കിരണ. അപ്പം എന്താണ് പവിത്ര എന്ന് പറയുന്നത്? നെല്ലിന്റെ ഇനമാണ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയും നന്നായിട്ട് പഠിക്കുക. ആ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ അതിന്റെ ഒരു പിക്ചർ ഇട്ടിരിക്കാം. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. കാര്യം അതിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുള്ളത്. ഇത് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ 3 ക്വസ്റ്റ്യൻ ആണിത്. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്തടുത്ത് വരുന്ന 3 ക്വസ്റ്റ്യൻസ്. ഈ 3 ക്വസ്റ്റ്യനും 10ാം ക്ലാസ്സിലെ 8ാമത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, കേരളവുമായി ബന്ധപ്പെട്ട. പുതിയ ടെക്സ്റ്റ് അല്ല, പഴയ ടെക്സ്റ്റ് ബുക്കിൽ. പുതിയ ടെക്സ്റ്റിന്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ടില്ല, ഫസ്റ്റ് പാർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ എന്താണ്, ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാതെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾ അടച്ചു വെക്കരുത്. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പരീക്ഷയ്ക്ക് കയറി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ആ പരീക്ഷയ്ക്ക് വന്നതാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി എഴുതിയത് ആര്? നോക്കിക്കേ, കണ്ടോ, ചേറ്റൂർ ശങ്കരൻ നായർ. ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുന്നുണ്ട്. ഗാന്ധിയൻ സമരങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിജിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ചു. അപ്പൊ ആരാണത്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഓക്കെ. ഫത്ഹദുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ. അതേ കിടക്കുന്നു ഫത്ഹദുൽ മുബീനെ പറ്റി. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരക്കാർ. ഇനി എന്താ പറയുന്നത്? കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം. ഇവർ 4 പേരുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. നോക്കിക്കേ, ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആരാണ്? ഗാസി മുഹമ്മദ്. ഗാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ. അപ്പൊ നമുക്കിവിടെ നോക്കാം എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. ഗാസി മുഹമ്മദ് ആണ്. അപ്പൊ ഇത് ശരിയാണ്. പറഞ്ഞിരിക്കുന്നത് 17ാം നൂറ്റാണ്ടെന്നാണ്. 17ാം നൂറ്റാണ്ടല്ല. അപ്പൊ ഇത് അല്ല, അത് തെറ്റാണ് അല്ലെ. സാമൂതിരി രാജാവിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കണ്ടോ, ആ സമയത്ത് എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. വ്യക്തമായ വിജയം. ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടിയൊരു ഒരുപോലെ പോരാടിയും ഹിന്ദുവായുള്ളൊരു ഈ രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികൾ അക്കാലത്തെ സാമുദായിക സൗഹാർദ്ദത്തെയും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ശരിയായവ ഏതെല്ലാമാണ്? 1 ശരിയാണെന്ന് നമുക്കറിയാം. അപ്പൊ 1 അല്ലാത്തൊക്കെ അങ്ങ് വെട്ടിക്കോ. 4 തെറ്റാണെന്നറിയാം. 4ഉം തെറ്റാണ്. അപ്പൊ ഇനി ആൻസർ ചെയ്തായിരിക്കും 1ഉം 2ഉമാണ് അല്ലെ. 1ഉം 2ഉമാണ് ഇവിടെ ശരി. കേരളത്തിലെ ജാതി വ്യവസ്ഥയില്ല. അവിടെ അവർ തമ്മിൽ ഭയങ്കര ഐക്യമായിരുന്നു. ഇനി അടുത്ത് പറയുന്നു, കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏത്? ആദ്യ വനിതാ സമ്മേളനം കണ്ടോ,
1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. അത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായാണ് അറിയപ്പെടുന്നത്. അപ്പൊ എവിടെയാണത്? വടകര സമ്മേളനമാണ് ആദ്യത്തെ മഹിളാ സമ്മേളനം. വർഷം ഏതാണ്? 1931. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ചാപ്റ്ററിന്റെ ലിങ്ക് ഞാൻ എടുത്തിട്ടിരിക്കാം. നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് കണ്ടു പഠിക്കണം കേട്ടോ. നന്നായിട്ട് നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് കയറി വരുന്ന ഒരു ചാപ്റ്റർ അത്. മലബാറിൽ എ വി കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ എന്നിവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. ഇതും പഠിക്കണം. മലബാറിൽ ആരൊക്കെയാണ് നേതൃത്വം നൽകിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. മലബാറിലാണ് എ വി കുട്ടിമാളു അമ്മ, തിരുവിതാംകൂറിൽ ആരൊക്കെയാണ്? അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനുമാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു വനിതാ സമ്മേളനം. വടകര സമ്മേളനമാണ്. ഗാന്ധിജിയും അരാജകത്വവും ചേറ്റൂർ ശങ്കരൻ നായരാണ്. അപ്പൊ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.